ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയ എപ്പിസോഡില് കണിമംഗലത്താണ്. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കണേ, എല്ലാരും ആസ്വദിച്ച് കഴിക്കാ. റോഷ്നിയോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ കഴിക്കാന്ന് പറയും. കൽപ്പനയോട് പറയും എല്ലാം നന്നായിട്ടുണ്ട് മോളെ. കൽപ്പന പറയും എല്ലാം റോഷ്നിയുടെ മിടുക്കണച്ചാ, ഇവൾക്ക് പാചകത്തിൽ നല്ല താല്പര്യമുണ്ട്. മുത്തശ്ശി പറയും എന്ന് പറഞ്ഞ ചേച്ചിയുടെ നേരെ എതിരാണെന്ന്. എല്ലാരും ചിരിക്കുമ്പോ കൽപ്പന പറയും ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, റോഷ്നി നീ ഇത് വരുണ് കൊടുക്ക്. അങ്ങനെ വരുൺ ഇങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാണ്. അപ്പോഴായിരിക്കും വരുണിന്റെ അമ്മ ചോദിക്കുന്നത്, വരുൺ ആ ബ്രോക്കർ കൊണ്ടുവന്ന ഫോട്ടോസ് നീ നോക്കിയില്ലേ? അച്ഛൻ ചോദിക്കും നിനക്കതിൽ ആരെയും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ റോഷ്നിക്കും ചേച്ചിക്കും വലിയ ടെൻഷനാണ്. വരുണാണെങ്കിൽ രാധികേനെ ആലോചിച്ചായിരിക്കുന്നേ. തുളസിമാല കഴുത്തിൽ വീണതൊക്കെ സൂര്യയ്ക്കും എടാ നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടെന്ന് വരുണിങ്ങനെ ആലോചിച്ചോണ്ട് പറയും ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കുമ്പോ കൽപ്പനയൊക്കെ നീ ഞെട്ടിപ്പോവും. അച്ഛൻ പറയും എന്നാ ആരാന്ന് വെച്ചാ പറ. അപ്പൊ മുത്തശ്ശി പറയും എന്റെ പരമേശ്വര, അവന് പെണ്ണന്വേഷിച്ച് നീ ബുദ്ധിമുട്ടണ്ട, അവന് വേണ്ട ആളെ അവൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട്. അത് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് സന്തോഷാവും. റോഷ്നി കരുതും റോഷ്നിയാണെന്ന്. കൽപ്പന ഇങ്ങനെ പറഞ്ഞ് കളിയാക്ക. അപ്പോഴേക്ക് റോഷ്നിയെ മുത്തശ്ശിയെ കഴിപ്പിക്കാൻ നിൽക്കുക. വരുണിന്റെ അമ്മ പറയും ആൾ ആരായാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നടക്കണം. കൽപ്പന പറയും അതെ അതെ അത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞ കിച്ചണിലേക്ക് പോവാ. എന്നിട്ട് പായസം എടുത്തുകൊണ്ട് വരികയാണേ. മുത്തശ്ശിക്ക് സന്തോഷാവും. എന്താ ഇത്? പാലട പ്രഥമനാ. വരുണ് ഇഷ്ടാന്ന് പറഞ്ഞ പിന്നെ അതുണ്ടാക്കിയേ പറ്റൂന്നായി. വരുണെടുത്ത് കൊടുക്ക്. റോഷ്നി വരുണിന് കൊടുക്ക. മുത്തശ്ശി കുടിച്ചിട്ട് പറയും പായസം അടിപൊളി. അച്ഛനും അമ്മയൊക്കെ അത് തന്നെ പറയാ. റോഷ്നിക്കും വരുൺ കഴിക്കുന്നില്ലേ? വരുൺ പറയും സത്യത്തിൽ ഞാൻ നല്ല ഹെവിയാ, സത്യമായിട്ടും വയറിലൊട്ട് സ്ഥലമില്ല, പ്ലീസ് വരുൺ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അങ്ങനെ പറയുമ്പോ വരുൺ അല്പെടുത്ത് കഴിക്കാം. സൂപ്പർ, എല്ലാം കീറു കൃത്യം. ഈ മനസ്സറിയുന്ന ആൾക്കാർ എന്ത് വെച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാ. അങ്ങനെയല്ലേ മുത്തശ്ശി പറയാ? മുത്തശ്ശി അറിയാം അതെ അതെ. റോഷ്നിക്കും കൽപ്പനയ്ക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വരുൺ അവിടെ എഴുന്നേൽക്കുക. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് കൈ കഴുകാൻ പോവാ. ശേഷം സൂര്യനെ വന്ന് വരുൺ കൊണ്ടുപോകും. പിന്നീട് ഉണ്ടാവും കിച്ചണില് റോഷ്നി പായസം കുടിക്കുന്നേ. കൽപ്പനയോട് പറയും വരുൺ കുടിച്ചതിന്റെ ബാക്കിയാ, ഇനി എനിക്ക് അവകാശത്തോട് കുടിക്കാലോ അല്ലേ? കൽപ്പന പറയും ഇത്ര പെട്ടെന്നല്ല ശരിയാവുന്നേ, ഞാൻ വിചാരിച്ചില്ല, യു ആർ സോ ലക്കി. അങ്ങനെ അവര് സ്വപ്നം കാണലാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ശ്യാമ പ്രിയനെ വിളിക്കാൻ വന്നിരിക്കുക. ബെസ്റ്റ് ചേച്ചി വന്ന് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്നു പറഞ്ഞ ആളാ. പ്രിയേ നിനക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പ്രിയേ എന്ന് പറഞ്ഞ് വിളിച്ച് പുതപ്പ് മാറ്റി നോക്കുമ്പോഴാണ് അത് പ്രിയല്ലെന്ന് മനസ്സിലാവുന്നത്. രാധിക ആകെ പേടിക്കും. ഈശ്വര ഇവളിത് എങ്ങോട്ട് പോയി, പുറത്തേക്ക് എങ്ങനെ ഇറങ്ങിയോ എന്ന് പറഞ്ഞു നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ടേബിളില് ഒരു ലെറ്റർ കാണുന്നത്. രാധിക അതെടുത്ത് വായിക്കാ. എന്നെ അന്വേഷിക്കരുത്, ഞാൻ പോവാ. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരൂ. രാധിക ആകെ പേടിക്കും. ഈശ്വര എങ്ങോട്ടാ അവള് പോയത്? അച്ഛനും അമ്മയും ഉണരുമ്പോ അവളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാവും, അവളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് രാധിക അവിടുന്ന് പോവാൻ തുടങ്ങാ. തിരികെ വന്ന് ബെഡ് നേരത്തെ ഉള്ളതുപോലെ തന്നെ ആക്കി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവിടുന്ന് പോവാ. ശേഷം റൂമിൽ ചെന്ന് ഒരു ടോർച്ചും ഒരു ഷോളും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാ. അങ്ങനെ തിരഞ്ഞു നടക്കുമ്പോ ഒരാള് വരിക. എങ്ങോട്ടാ കുട്ടി ഒറ്റയ്ക്ക്? രാധിക പറയും അച്ഛനും ഉണ്ട്, ഒരു വിശേഷാൽ പൂജയുണ്ട് ഇന്ന് എന്ന് പറഞ്ഞ് വേഗം നടന്നു പോവാ. നേരെ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. ഭഗവാനെ പ്രിയ വീട് വിട്ടു പോയെന്നറിഞ്ഞ വീട്ടിലുള്ളവര് തളർന്നു പോവും. അവര് ഉണരുന്നതിന് മുമ്പ് പ്രിയ വീട്ടിലെത്തിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം നേരെ ശരത്തിന്റെ വീട്ടിലേക്കാ പോകുന്നത്. കോളിംഗ് ബെൽ അടിക്കുമ്പോ ശരത്ത് വന്ന് കതക് തുറക്കാം. ശരത്ത് ഉള്ളിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ശേഷം ഇതാരാ, വീട് വിട്ട് ഇറങ്ങിയതാണോ അതോ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രിയങ്ക എവിടെ? ശരത്ത് വയ്ക്കും ഏത് പ്രിയങ്ക? എന്റെ അനിയത്തി പ്രിയങ്ക എവിടെയെന്ന്. പ്രിയങ്ക എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? രാധിക പറയും ഡാ ശരത്തെ ചുമ്മാ കളിക്കല്ലേ, വീട് വിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ച് അവൾ എങ്ങോട്ട് പോയിരിക്കുക. അവള് നിന്നെ കാണാൻ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ശരത്ത് പറയും വീട് വിട്ടു പോയ പെൺകുട്ടികള് എന്നെ കാണാൻ വരുന്നുള്ളത് നിർബന്ധമാണോ? ഒരു കണക്കിന് അത് ശരിയാണല്ലോ, താനും വീട് വിട്ടിറങ്ങിയിട്ട് എന്റെ അടുത്തേക്കാണല്ലോ വന്നത്. അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. രാധികയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. മര്യാദയ്ക്ക് പ്രിയെ വിളിച്ചേ. പ്രിയേ എന്ന് രാധിക തന്നെ വിളിക്കുമ്പോ ശരത്ത് പറയും അപ്പൊ പ്രിയ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുള്ള വരവാ. എന്നാലേ നമുക്ക് അകത്തെ മുറികളിലൊക്കെ ചെന്ന് നോക്കിയാലോ, വാ എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ കയറി പിടിക്കും. രാധികയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ദേഷ്യത്തിലങ്ങ് തുറച്ചു നോക്കുന്ന കാണുമ്പോ ആ നോട്ടത്തില് ശരത്ത് കൈവിടുക. എന്നിട്ട് പ്രിയെന്ന് വിളിച്ച് അകത്തേക്ക് കയറി പോവാ. ഷോ ഇന്നെല്ലാം കൊളാവും എന്ന് പറഞ്ഞ് ശരത്തും പിന്നാലെ ചെല്ലുണ്ട്. അങ്ങനെ അകത്ത് ചെന്ന് രാധിക ഇങ്ങനെ വിളിക്കുമ്പോ പ്രിയ വരിക. എന്താ വേറെ ആരും വന്നില്ലേ കൂടെ? എന്താ അച്ഛനെ അമ്മേനെ വിളിച്ചോണ്ട് വരാഞ്ഞ്? രാധിക പറയും അച്ഛനോടും അമ്മയോടും പറയേണ്ട കാര്യമാണോ ഇത്? വാ മോളെ വീട്ടിലേക്ക് പോവാം. പ്രിയ പറയും ഞാനില്ല. രാധയ്ക്ക് ഇപ്പൊ ദേഷ്യം വരിക. പ്രിയ നിന്നോടാ പറഞ്ഞ വരാൻ. എന്തിനെ? പന്തലിട്ട് കല്യാണം നടത്താനാ? പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയും പിടിച്ച് അവരെ കെട്ടിക്കണം എന്നുള്ള ഈ നശിച്ച ഏർപ്പാടുണ്ടല്ലോ, അതൊന്നും മാറാതെ ഈ നാട്ടിൽ ഒരു പെണ്ണ് രക്ഷപ്പെടില്ല.
എനിക്കിപ്പോ ആരും കല്യാണം നടത്തി തരുകയും വേണ്ട. മക്കളുടെ കല്യാണം കണ്ടേ അടങ്ങുന്ന വാശിയാണെങ്കിലേ എല്ലാം അനുസരിക്കുന്ന ഇയാളുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വപ്നങ്ങളും ഇല്ല, കേറി കെട്ടിക്കോ. ശരത് പറയും, ആ പറഞ്ഞതൊരു നല്ല കാര്യ. രാധയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, മിണ്ടാതിരിക്കടോ. എടി, പെൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോ അച്ഛനമ്മമാർ അവരുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കും. എന്നേരത്തെ നിർബന്ധമായി കല്യാണം നടത്തൊന്നുമില്ല. അച്ഛനോട് നിന്റെ ആഗ്രഹങ്ങൾ നീ പറഞ്ഞാൽ മതി, അച്ഛൻ അത് മനസ്സിലാവും, നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുകയും ചെയ്യും. പ്രിയറിയും പിന്നെ ഇപ്പൊ അങ്ങ് സാധിച്ചു തരും. ആഗ്രഹങ്ങൾ പറഞ്ഞാലുടനെ അച്ഛന്റെ വക 4 കീർത്തനങ്ങൾ ഉണ്ടാകും, അമ്മയുടെ വക 4 പഴങ്കഥകളും, പിന്നെ മുത്തശ്ശിയുടെ വക പഴംപുരാണങ്ങൾ വേറെയും. അപ്പോഴും രാധിക പറയും, പ്രിയെ ഞാൻ നിന്നോടൊപ്പേ പോവും. പ്രിയ പറയും, ഷോ നാശം, ഞാൻ ഇവിടെ വന്ന് കയറണ്ടായിരുന്നു, അതാ ഇപ്പൊ അബദ്ധമായത്. രാധിക പറയും, മോളെ ഇവിടെ വന്ന് കയറാൻ നിനക്ക് തോന്നിയത് എന്തുകൊണ്ടാന്നറിയോ? ഇവിടേക്ക് തിരഞ്ഞന്വേഷിച്ചു വരാൻ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാന്നറിയോ? നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യ. പ്രിയെ, ഇപ്പൊ നീ കാണിക്കുന്ന അബദ്ധം ഉണ്ടല്ലോ, അത് കേട്ടാൽ അവര് ചങ്കു പൊട്ടിച്ചാവും. മോളെ, ആ അബദ്ധമൊന്നും നീ കാണിക്കരുത്. അപ്പൊ പ്രിയക്ക് പേടിയാവുണ്ട്. രാധിക പറയും, മോളെ നീ എന്റെ കൂടെ വാ, നിന്നെ ആരും വഴക്കു പറയില്ല, അച്ഛനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. മോളെ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ബോധ്യപ്പെടുത്താം, അച്ഛൻ സമ്മതിക്കും. നമ്മൾ സമ്മതിപ്പിക്കും. അപ്പോ ശരത്ത് പറയും, എന്നാ പിന്നെ രാധിക പറയുന്ന പോലെ ചെയ്യ് പ്രിയേ, അല്ലെങ്കിലും താൻ പെട്ടെന്ന് വീട് വിട്ടു വന്നത് ശരിയാവില്ല, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും ചേച്ചി. അപ്പോഴേക്കും രാധിക പറയും, നീ ഇനിയൊന്നും പറയണ്ട, എന്റെ കൂടെ വന്നാ മതി. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് കരുതാം. അച്ഛനും അമ്മയും എഴുന്നേൽക്കാൻ ടൈമായി, അതിനു മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ മോള് വാ. പ്രിയ പറയും, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. എടുത്തോണ്ട് വാ. പ്രിയ പോയി കഴിഞ്ഞാ ശരത്ത് പറയും, അപ്പൊ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ചല്ലോ, ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. അതിപ്പോ രാത്രിയാണോ പകലാണോന്നൊന്നും നോക്കണ്ട, യു ആർ ഓൾവേസ് വെൽക്കം. രാധിക ഇങ്ങനെ ദേഷ്യത്തിൽ തുറച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ നോട്ടം കാണുമ്പോ ശരത്ത് പേടിക്കുന്നുണ്ട്. പിന്നൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്ക് പ്രിയ ബാഗ് എടുത്ത് വരുമ്പോ, പോ മോളെ എന്ന് പറഞ്ഞ് വേഗം കൂട്ടിക്കൊണ്ട് പോവാ. അവര് പോയി കഴിഞ്ഞാൽ ശരത്ത് വിചാരിക്കും, അവൾക്ക് അന്വേഷിച്ചു വരാൻ തോന്നിയത് നന്നായി, അല്ലെങ്കിൽ എന്റെ തലയിലായനെ. അങ്ങനെ ഇവര് പതിയെ വീട്ടിലേക്ക് പോവാണേ. അകത്ത് കയറാൻ നിൽക്കുമ്പോ ഉണ്ടാവും, രാധികേ മോളെ എന്ന് അച്ഛൻ വിളിക്കുന്നേ. അത് കേൾക്കുന്ന ഇവര് രണ്ടുപേരും വേഗം വീടിന്റെ സൈഡിലേക്ക് ഓടി നിൽക്കുക. അപ്പോഴേക്കും അമ്മ വിളിച്ചു പറയുന്നുണ്ട്, അവൾ എഴുന്നേറ്റിട്ടില്ല, പൂജയ്ക്കുള്ള വെള്ളം തുളസിത്തറയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ തുളസിത്തറയുടെ അടുത്ത് പോയി പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങുക. ഈ സമയം രാധിക പ്രിയനെ കുട്ടി പതിയെ പോകുമ്പോ പ്രിയയുടെ കയ്യിൽ നിന്ന് ബാഗ് താഴെ വീഴാ. ശബ്ദം കേൾക്കുന്നതും അങ്ങേര് തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും ഇവര് നേരത്തെ നിന്നോടത്തേക്ക് തന്നെ ഒളിഞ്ഞു നിൽക്കുക. പിന്നെ പതിയെ വീണ്ടും അകത്തേക്ക് കയറി പോവാ. ഇത്തവണ ശബ്ദമൊന്നും ഉണ്ടായില്ല, അച്ഛൻ കണ്ടില്ല. അങ്ങനെ പിന്നീട് റൂമിലെത്തിക്കഴിഞ്ഞാല് രാധികയ്ക്കും, എന്തൊക്കെയാ നീ ഇവിടെ ചെയ്തു വെച്ച് പോയത്? എന്തൊക്കെ കള്ളത്തരങ്ങളാ ഇത്? ആരെങ്കിലും ഇതിനകത്ത് കയറി നോക്കിയാ നീ ഉറങ്ങുന്നത് പോലെ തോന്നിക്കോട്ടെ എന്ന് കരുതിയാ നീ ചെയ്തു വെച്ച പോലെ ഞാനും ചെയ്തത്. നോക്കി ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട, തൽക്കാലം എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി. നീ കിടന്നുറങ്ങിക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഉറങ്ങിക്കോ. പിന്നെ കത്ത് ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ടാ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ രാധിക അതും എടുത്തുകൊണ്ടാ പോണെ. പ്രിയ ദേഷ്യത്തിലെ ആ കട്ടിലുള്ള ബില്ലൊക്കെ എടുത്തെറിയാ. അമ്മ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോ രാധിക വരാ, അല്ല നീ എന്താ ഇന്ന് താമസിച്ചേ? അച്ഛനുള്ള വെള്ളം എന്താ എടുത്തു വെക്കഞ്ഞേ? എഴുന്നേക്കാൻ വൈകിയോ? അത് പിന്നെ ഞാൻ ഉണർത്തത് അമ്മേ, പിന്നെ മയങ്ങിപ്പോയി. എനിക്ക് തോന്നി. അല്ല ഇതെന്താ നിന്റെ കയ്യില്? ഇത് ഞാൻ കളയാൻ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ അമ്മയുടെ മുന്നിൽ നിന്ന് അത് ചുരുട്ടി ആ ജനലിലൂടെ പുറത്തേക്ക് എറിയാ. എന്നാ പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ രാധിക പോവാ. ഇതേ സമയം പുറത്ത് പൂജ ചെയ്ത് കഴിഞ്ഞു വരുന്ന അച്ഛൻ ഈ കത്ത് കാണാണ്. ചുരുട്ടിക്കൂട്ടിയിരിക്കുന്ന ആ പേപ്പർ എടുത്ത് വായിക്കും. ഇത് വായിക്കുന്ന അച്ഛൻ ആകെ ഞെട്ടിപ്പോവാ. ശേഷം അതുകൊണ്ട് അകത്തേക്ക് പോവാണേ. അത് പിടിച്ചിങ്ങനെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാ. അപ്പോഴേക്ക് രാധിക റെഡിയായി വരും. അച്ഛാ, ഞാൻ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി, അച്ഛനെ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം, അച്ഛനെത്തുമ്പോഴേക്കും ഞാനെല്ലാം മുറ പോലെ ചെയ്തു വെക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ അച്ഛൻ പറയും, നീ അവിടെ നിൽക്കുക. അച്ഛന്റെ സ്വരത്തിലെ ആ കടുപ്പൊക്കെ കാണുമ്പോ രാധിക പേടിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ചോദിക്കും, എന്താ ഇത്? എന്നാ കത്ത് കാണിച്ചു ചോദിക്കുമ്പോ രാധിക ആകെ പേടിക്കും. അപ്പോഴേക്കും അമ്മയും മുത്തശ്ശിയും വരാ. അച്ഛൻ വീണ്ടും ചോദിക്കും, ഇതെന്താന്ന് നിന്നോട് ചോദിച്ചത്? മുത്തശ്ശിക്കും, എന്താടാ നേരം വെളുക്കുന്നതിന് മുമ്പേ തുടങ്ങിയോ ഇവളുടെ തോന്നിയവാസം? എന്താ ഇവളെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഈ സമയം യശോദാമ്മ ആ കയ്യിലെ കത്ത് വാങ്ങിച്ചു വായിക്കുക. അച്ഛൻ പറയും, ഇത്രയും വലിയൊരു കാര്യം ഈ വീട്ടിൽ സംഭവിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പെരുമാറാൻ നിനക്ക് എങ്ങനെയാ സാധിക്കുന്നേ? അമ്മ ഈ കത്ത് വായിച്ച് ഞെട്ടാ. മുത്തശ്ശിക്കും, കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അമ്മ പറയും, പ്രിയങ്ക വീട് വിട്ട് ഇറങ്ങിയെന്ന്. അച്ഛൻ പറയും, അവൾക്കിനി നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന്. ഇത് കേൾക്കുന്ന മുത്തശ്ശി നെഞ്ഞത്ത് കൈവച്ച് കരയാ. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? അവള് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതി കാണും നീ അല്ലേ? അവള് പോയി കഴിഞ്ഞാൽ ദേവനാരായണന്റെ ഒറ്റ മോളായിട്ട് കഴിയാലോ നിനക്ക് അല്ലേ? അപ്പോ രാധിക പറയും, അച്ഛാ അവൾ എങ്ങോട്ടും പോയിട്ടില്ല, അവള് മുറി കിടന്നുറങ്ങാ. അച്ഛൻ പറയും, എന്നോട് കള്ളം പറയരുത്. രാധിക പറയും, അല്ല അച്ഛന് സംശയമാണെങ്കിൽ അവളുടെ മുറിയിൽ പോയി നോക്കൂ. അച്ഛൻ പോകാൻ തുടങ്ങുമ്പോ യശോദമ്മ പറയും, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് റൂമിൽ പോയി ഇങ്ങനെ അകത്തേക്ക് നോക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്